ഒന്നും പറയാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലേ ഇപ്പൊ. നീറ്റ് എക്സാം തന്നെ സംശയത്തിന്റെ നിലയിലല്ലേ. പിന്നെ നാഷണൽ കോട്ട അത് എവിടെ കിട്ടും, എപ്പോ കിട്ടും, ഇതൊന്നും ഒരു രൂപയില്ല. ആകെപ്പാടെ പുകമയാണ്. ഇപ്പൊ നടന്ന എല്ലാ എക്സാമും സംശയത്തിന്റെ നിലയിലാണ്. ഈ കഴിഞ്ഞ ജൂൺ 18 നടന്ന UGC നെറ്റ് എക്സാം അത് പിറ്റേ ദിവസം റദ്ദാക്കി. കാര്യം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടെലിഗ്രാമിൽ വന്നത്രേ. അതാ അറിയാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ നീറ്റ് എക്സാം? പഠിച്ച +2 ക്ലാസ്സിലെ മാർക്ക് നോക്കിയാ പോരെ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നോ? അതൊക്കെ പണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും എല്ലാവർക്കും ഫുൾ മാർക്കല്ലേ. ആരാ ഇവിടെ തോൽക്കുന്നത്? അത് ശരിയാണ്. ഇവിടെ 10ാം ക്ലാസ്സിൽ വലിയ മാർക്ക് വാങ്ങിയവർക്ക് പോലും +1 സീറ്റിലെത്ര. എന്റെ അഭിപ്രായത്തിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തത്തിൽ അഴിച്ചുപണിയാണ്. ശാസ്ത്രീയമായ ഒരു മാറ്റം ഇവിടെ അനിവാര്യമാണ്. ഇതൊക്കെ വർഷങ്ങളായി പറയുന്നതാണ്, ഒന്നും നടക്കുന്നില്ല. കഷ്ടപ്പെട്ട് പഠിച്ചവരും റിപ്പീറ്റ് അടിച്ച് 1 വർഷം കളഞ്ഞവരുമായ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്? ഇതൊക്കെ കേൾക്കുമ്പോൾ അവരെങ്ങനെ സഹിക്കും? ഇപ്പോ എല്ലാ കോഴ്സിനും ഡിഗ്രിക്കും PGക്കും വരെ എൻട്രൻസ് ഉണ്ട്. എന്റെ ഫ്രണ്ടിന്റെ മോൾക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നതാണ്. പക്ഷെ കഷ്ടകാലത്തിന് PG എൻട്രൻസ് കിട്ടിയില്ല. അതുകൊണ്ട് എന്താ, PGക്ക് പഠിക്കാനും പറ്റിയില്ല. ടീച്ചറെ, +2 3 വിഷയത്തിൽ തോറ്റവർ നീറ്റിൽ റാങ്ക് നേടി. അതോ? അതങ്ങ് ഗുജറാത്തിലല്ലേ? ഗുജറാത്തിലല്ല, ഇവിടെ നമ്മുടെ സാക്ഷര കേരളത്തിൽ. പണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് 0 കൂട്ടണം 0 കൂട്ടണം 0 കൂട്ടണം 2 = 212 കിട്ടിയതാ. അവന് മെഡിസിൻ അഡ്മിഷൻ കിട്ടി. ഇവിടെ 0 + 0 + 0 + 2 212. അത് എന്ത് കണക്കാ? ചുമ്മാതല്ല, ആവറേജ് സ്റ്റുഡൻസ് പോലും ഉള്ളതെല്ലാം പണയപ്പെടുത്തി വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത്. അവിടെയും രക്ഷയൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞ് പണിയൊന്നും കിട്ടാതെ പലരും കടലൊക്കെ കോട്ടിയടിച്ച പോലെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. അല്ല, പണ്ടൊക്കെ കുട്ടികൾ പഠിച്ചിരുന്നത് സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഇപ്പോൾ പെട്ടിക്കട പോലെയുള്ള ഡൂക്ലി യൂണിവേഴ്സിറ്റികൾ ധാരാളം പൊട്ടിമുളച്ചിട്ടുണ്ട്. ഇപ്പൊ എവിടെ നോക്കിയാലും എൻട്രൻസ് കോച്ചിങ്ങും വിദേശത്തേക്കുള്ള MBBS റിക്രൂട്ട്മെന്റും മാത്രമേ നടക്കുന്നുള്ളൂ. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ വിദ്യാഭ്യാസം ഇപ്പൊ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ്. ചിന്തിക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറയാണ്. ഇവിടെ രക്ഷിതാക്കളുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് അവര് തീരുമാനിക്കട്ടെ. അതിലൂടെ രക്ഷിതാക്കളെ സംബന്ധിക്കട്ടെ, അവർ അവരുടെ ഇഷ്ടം കുട്ടികളെ അടിച്ചേൽപ്പിക്കുകയല്ലേ. ഒരാൾക്ക് എന്ത് സ്കില്ലാണുള്ളത് എന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ പല ടെസ്റ്റുകളും ഇപ്പൊ നിലവിലുണ്ട്. പല വിദേശ രാജ്യങ്ങളും ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആവണം. എല്ലാ പഞ്ചായത്തിലും മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും. നമ്മുടെ നാട്ടില് ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം എന്ത് രസമായിരിക്കും ഇല്ലേ?